നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഒമാനിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരിച്ചിറക്കി. ദുബായ് കൊച്ചി വിമാനമാണ് മസ്കറ്റ് വിമാനത്താവളത്തിൽ ഇറക്കിയത്. യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് പുറത്തിറക്കി. വിവരങ്ങളുമായി അരുൺ പാറാട്ട് ചേരുന്നുണ്ട്. അരുൺ, അല്പസമയം മുൻപ് നമ്മൾ ഈ വാർത്ത പരിശോധിക്കുമ്പോൾ മറ്റ് സജ്ജീകരണങ്ങളൊന്നും യാത്രക്കാർക്കായി ബദൽ മാർഗങ്ങളൊന്നും അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. നിലവിലെ സാഹചര്യം എന്താണ്? യാത്രക്കാരെ മറ്റു വിമാനത്തിലേക്ക് മാറ്റിയോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന, ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 436 നമ്പർ വിമാനത്തിലെ യാത്രക്കാരാണ് വലിയ തോതിൽ ദുരിതത്തിലായിരുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ദുബായിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിലെ യാത്രക്കാരാണ് ഇപ്പോൾ ഇവരെ മസ്കറ്റ് വിമാനത്താവളത്തിലാണ് ഇറക്കിയിരിക്കുന്നത്. വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണ് എന്നാണ് വിമാന അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിമാനത്തിലെ യാത്രക്കാർ വലിയ തോതിൽ ഈ ഒരു നടപടിക്കെതിരെ ബഹളം വെച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ താൽക്കാലിക പരിഹാരമായിട്ടുണ്ട്. ഈ യാത്രക്കാരെ എല്ലാവരെയും ഇപ്പോൾ വിമാനത്താവളത്തിലുള്ള ഒരു ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് ഭക്ഷണം ഉൾപ്പെടെ നൽകുമെന്ന് വിമാന അധികൃതർ, എയർലൈൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്നാലും ഇവർക്ക് ഏത് സമയത്ത് യാത്ര പുറപ്പെടാനാകുമെന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും യാത്രക്കാർക്ക് അറിയിച്ചിട്ടില്ല. ഈ വിമാനത്തിലുള്ള എല്ലാവരെയും ഇപ്പോൾ ഒരു ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിലവിൽ. കീർത്തന, ശരി. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് തിരിച്ചിറക്കിയത്. താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ അവർക്ക് ഒരു ഹോട്ടലും ഒപ്പം ഭക്ഷണത്തിനുള്ള സൗകര്യവും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അരുൺ പാറാട്ടാണ് വിവരങ്ങൾ നൽകിയത്. സന്ദർശക വിസയിലെത്തി ഭിക്ഷാടനം നടത്തിയ 41 പേരെ ദുബായ് പോലീസ് പിടികൂടി. അറബ് സ്വദേശികളാണ് അറസ്റ്റിലായത്. പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ഇവർ വലയിലായത്. ഭിക്ഷാടനത്തിനെതിരെ രാജ്യം സ്വീകരിച്ചു വരുന്ന ശക്തമായ നടപടിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് സംഘം വലയിലായത്. സന്ദർശക വിസയിൽ ദുബായിലെത്തിയ ശേഷം പലയിടങ്ങളിലായി ജപമാലയും മറ്റും വിൽക്കുക എന്ന വ്യാജേന ഭിക്ഷാടനം നടത്തി പണം കൈക്കലാക്കുകയായിരുന്നു സംഘം ചെയ്തിരുന്നത്. ദുബായിലെ ഒരു ഹോട്ടൽ ആസ്ഥാനമായാണ് ഈ സംഘം പ്രവർത്തിച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അൽ മിസ്ബാ എന്ന പേരിൽ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ പ്രധാന വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സസ്പെക്ട്സ് ആൻഡ് ക്രിമിനൽ ഫിനോമിന നടത്തിയ പ്രത്യേക ഓപ്പറേഷനിലാണ് പ്രതികൾ പിടിയിലായത്. 41 ആളുകൾ പിടിയിലായിട്ടുണ്ടെന്നും ഇവരെല്ലാവരും അറബ് വംശജരാണെന്നും പോലീസ് അറിയിച്ചു. ഇവരുടെ പക്കൽ നിന്ന് 60,000 ദിർഹവും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഭിക്ഷാടകരെ പ്രോത്സാഹിപ്പിക്കരുതെന്നും പോലീസ് സ്മാർട്ട് ആപ്ലിക്കേഷനിലെ പോലീസ് ഐ ഉപയോഗിച്ച് ടോൾ ഫ്രീ നമ്പറായ 901 വിളിച്ചോ അല്ലെങ്കിൽ ഈ ക്രൈം പ്ലാറ്റ്ഫോം വഴി ഓൺലൈനായി യാചന റിപ്പോർട്ട് ചെയ്തോ ഇത്തരം പ്രവണതകൾ അറിയിക്കണമെന്നും പോലീസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. 24 ദുബായ്. ദുബായിൽ ബസ് കാത്തിരിക്കുന്നവർ ഇനി കനത്ത ചൂടിനെ ഭയക്കേണ്ട. ബസ് കാത്തിരിക്കുന്നവർക്കായി ശീതീകരിച്ച ബസ് ഷെൽട്ടറുകൾ സജ്ജമാക്കി ദുബായ് റോഡ് ഗതാഗത വകുപ്പ്. നിശ്ചയദാർഢ്യക്കാർക്ക് അനുയോജ്യമായ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ പാലിച്ചാണ് ഓരോ കാത്തിരിപ്പ് കേന്ദ്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ദുബായിലെ 622 ഇടങ്ങളിലായി 893 ശീതീകരിച്ച ബസ് ഷെൽട്ടറുകളാണ് RTA സജ്ജമാക്കുന്നത്. നിശ്ചയദാർഢ്യ വിഭാഗക്കാർക്ക് അനുയോജ്യമായ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ പാലിച്ചാണ് ഓരോ കാത്തിരിപ്പ് കേന്ദ്രങ്ങളും നിർമ്മിക്കുന്നത്. വീൽചെയർ ഉപഭോക്താക്കൾക്കായി പ്രത്യേക സ്ഥലങ്ങളും ബസ് ഗതാഗതവുമായി ബന്ധപ്പെട്ട ഡിസ്പ്ലേയും ഓരോ കേന്ദ്രങ്ങളിലും ഉണ്ടാകും. ഈ വർഷം മാർച്ച് മാസത്തിൽ തന്നെ ഇവയുടെ പരിശോധനയും അറ്റകുറ്റപ്പണികളും ആരംഭിച്ചതായും ഈ വർഷം 2ാം പാദം വരെ തുടരുമെന്നും RTAയിലെ ബിൽഡിംഗ്സ് ആൻഡ് ഫെസിലിറ്റീസ് ഡയറക്ടർ ഷെയ്ഖ് അഹമ്മദ് അൽ ഷെയ്ഖ് പറഞ്ഞു. AC ഷെൽട്ടറുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ പൊതുജനങ്ങൾക്ക് അറിയിക്കാൻ പ്രത്യേക സംവിധാനവും ഒരുക്കിയതായും ഷെയ്ഖ് അഹമ്മദ് വ്യക്തമാക്കി. ഇതോടൊപ്പം പൊതുജനാരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസൃതമായി ഷെൽട്ടറുകൾ പരിപാലിക്കാൻ തുടർച്ചയായ ക്ലീനിംഗ് സാനിറ്റൈസേഷൻ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും RTA അറിയിച്ചു. 24 ദുബായ്. കേരളത്തിൽ നിന്നും സ്വകാര്യ ഗ്രൂപ്പുകളിൽ ഹജ്ജിനെത്തിയ തീർത്ഥാടകർ ഇപ്പോൾ മദീന സന്ദർശനത്തിലാണ്. ഹറം പള്ളികളിൽ പ്രാർത്ഥനകൾ നിർവഹിച്ചും ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിച്ചും ഇവർ 8 ദിവസമാണ് മദീനയിൽ താമസിക്കുക. ഹജ്ജിന് മുൻപായി ഇവർ മക്കയിലെത്തും. മക്കയിലെത്തി ഉംറ നിർവഹിക്കുകയും ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്ത സ്വകാര്യ ഗ്രൂപ്പുകളിലെ മലയാളി തീർത്ഥാടകർ 8 ദിവസത്തെ സന്ദർശനത്തിനായാണ് മദീനയിലേക്ക് പോയിരിക്കുന്നത്. മദീനയിലെ ഹറം പള്ളിയിൽ 40 നേരത്തെ നമസ്കാരം നിർവഹിക്കുക, ചരിത്ര പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം. സന്ദർശനം പൂർത്തിയാക്കി ഞായറാഴ്ചയോടെ ഈ തീർത്ഥാടകർ മക്കയിലേക്ക് മടങ്ങും. ഹജ്ജിനുള്ള ഒരുക്കങ്ങളുമായി വഴിയിൽ നിന്ന് ഇഹ്റാം ചെയ്ത് റോഡ് മാർഗമാണ് മക്കയിലേക്ക് മടങ്ങുക. മദീനത്തെ റൗള സിയാറയും മദീന സിയാറകളും അതുപോലെ മറ്റ് നടന്ന സിയാറകളൊക്കെ പൂർത്തീകരിച്ച് ഇന്ന് ബദർ സിയാറത്ത് നടത്തി ഇൻഷാ അല്ലാഹ് അടുത്ത 1-ാം തീയതി ദുൽഹിജ്ജ 5-ന് ഞായറാഴ്ച ഞങ്ങൾ ഹജ്ജിൻ്റെ ഉദ്ദേശവുമായി ദുൽഹുലൈഫയിൽ വെച്ച് ഹജ്ജിൻ്റെ ഇഹ്റാം ചെയ്ത് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. മശായിറുകളിൽ മിന, അറഫ, മുസ്തലിഫയിലൊക്കെ ചെന്ന് ഹജ്ജ് പൂർത്തീകരിക്കാനുള്ള
പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യമായി ഹജ്ജിനെത്തിയത് സ്വകാര്യ ഗ്രൂപ്പുകളിലെ തീർത്ഥാടകരാണ്. അൽഹിന്ദ് ഗ്രൂപ്പിലെത്തിയ ആദ്യ സംഘം ഇതിനകം മദീനയ്ക്ക് പുറമെ ചരിത്ര പ്രസിദ്ധമായ ബദർ യുദ്ധം നടന്ന സ്ഥലത്തും സന്ദർശനം നടത്തി. ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്ന ജൂൺ 4 മുമ്പായി ഹജ്ജിനെത്തിയ എല്ലാ തീർത്ഥാടകരും മക്കയിൽ എത്തിച്ചേരും. ജലീൽ കണമകലം, 24 ജിദ്ദ. തൃശൂർ ചാവക്കാട് സ്വദേശി ഒമാനിലെ സലാലയിൽ കുഴഞ്ഞു വീണു മരിച്ചു. ഒരുമനയൂർ മാട് കറുപ്പൻ വീട്ടിൽ മുഹമ്മദ് ഹനീഫയാണ് മരിച്ചത്. തെങ്ങുകയറ്റ ജോലിക്കാരനായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ അൽവാദിയിലെ ജോലി സ്ഥലത്ത് വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. റോയൽ ഒമാൻ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ച് മൃതദേഹം സുൽത്താൻ ഖാബൂസ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. 25 വർഷത്തോളമായി ഹനീഫ സലാലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. നിലമ്പൂരിൽ PV അൻവർ UDF ചർച്ച വഴിമുട്ടി. സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചാൽ അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാമെന്നാണ് UDF തീരുമാനം. ഇക്കാര്യം അൻവറിനെ അറിയിച്ചെന്ന് മുന്നണി കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കി. വി.ഡി. സതീശന്റെ നിലപാടിന് UDF യോഗം അംഗീകാരം നൽകി. അതേസമയം പൂർണ്ണ ഘടകകക്ഷിയാക്കണമെന്ന നിലപാടിലാണ് PV അൻവർ. നാളെ രാവിലെ 9-ന് PV അൻവർ വാർത്താ സമ്മേളനം വിളിച്ചു. ശ്രീ അൻവറിൽ നിന്നും ഉണ്ടായിട്ടുള്ള പരാമർശങ്ങൾ തീർച്ചയായും അദ്ദേഹം അത് പിൻവലിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് പിൻവലിച്ചു കഴിഞ്ഞാൽ ഇനിയും തുടർന്നുള്ള നാളുകളിലും ഇപ്പോൾ UDFന്റെ അസോസിയേറ്റഡ് മെമ്പറായി അദ്ദേഹത്തിനെ ഇതിൽ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ശ്രീ അൻവറിനെ ടെലിഫോണിലൂടെ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി CPIM. സംഘടനാ സ്വാധീനം ഗുണം ചെയ്യുമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. രാഷ്ട്രീയ പോരാട്ടത്തിന് ഇടതുമുന്നണി സജ്ജമാണെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 19 വർഷങ്ങൾക്ക് ശേഷമാണ് പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരിലെ CPIM മത്സരം. 2006 P. ശ്രീരാമകൃഷ്ണനാണ് നിലമ്പൂർ മണ്ഡലത്തിൽ CPIM ചിഹ്നത്തിൽ മത്സരിച്ച അവസാനത്തെ ആൾ. പിന്നെയെല്ലാം സ്വതന്ത്ര പരീക്ഷണങ്ങളായിരുന്നു. PV അൻവർ എന്ന സ്വതന്ത്രനിലൂടെ മണ്ഡലം തിരിച്ചുപിടിച്ചെങ്കിലും അദ്ദേഹം പിന്നീട് വഴിപിരിഞ്ഞുപോയി. അൻവർ UDFിലുണ്ടാക്കിയ അസ്വസ്ഥതകൾ മുതലെടുക്കാൻ പാർട്ടി ചിഹ്നത്തിൽ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണം എന്നതായിരുന്നു മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ ആവശ്യം. മണ്ഡലം ചുമതലയിലേക്ക് വന്ന ഇതര ജില്ലകളിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾ M. സ്വരാജ് തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കൃത്യമായി ആവശ്യപ്പെട്ടു. പാർട്ടിക്ക് നല്ല സംഘടനാ അടിത്തറയുള്ള നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കുകയാണ് വിജയിക്കാൻ നല്ലതെന്ന ബോധ്യമാണ് സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയിലേക്ക് എത്തിച്ചത്. M. സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. ഞങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടിയാണ് ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് വന്നത്. അപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുക, അതും ഏറ്റവും പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. മികച്ച മതേതര പ്രതിച്ഛായയുള്ള M. സ്വരാജിന് പൊതുവോട്ടുകളും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് CPIMന്റെ പ്രതീക്ഷ. യുവ നേതാവെന്ന നിലയിൽ യുവജനങ്ങളുടെ വോട്ടുകളും പാർട്ടി പ്രതീക്ഷിക്കുന്നു. പ്രധാനമായും ചർച്ച ചെയ്യുന്നത് വികസന കാര്യങ്ങളും സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും അത് തുടരേണ്ടതിന്റെ ആവശ്യകതയും നമ്മുടെ രാജ്യത്ത് വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഇല്ലാതെ നിലനിൽക്കണമെന്ന ആഗ്രഹവും ഇതൊക്കെയാണ് സ്വാഭാവികമായി ചർച്ച ചെയ്യുക. അങ്ങനെയാണ് വേണ്ടത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPIMന്റെ ഉന്നത നേതൃത്വം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് മണ്ഡലം നിലനിർത്താൻ എല്ലാ തന്ത്രങ്ങളും പയറ്റും. LDFും UDFും തമ്മിലുള്ള നേർക്കുനേർ രാഷ്ട്രീയ പോരാട്ടമായി മാറുന്നതോടെ നിലമ്പൂർ നിലനിർത്താമെന്നാണ് CPIMന്റെ പ്രതീക്ഷ. 24 നിലമ്പൂർ. നിലമ്പൂർ സീറ്റ് നിലനിർത്തുമെന്ന് LDF സ്ഥാനാർത്ഥി M. സ്വരാജ്. 100% ആത്മവിശ്വാസമുണ്ട്. കേരള ജനതയുടെ ഇച്ഛയുടെ പ്രതിഫലനമായിരിക്കും നിലമ്പൂരിലെ വിധിയെന്നും M. സ്വരാജ് പറഞ്ഞു. 100% കൂടുതൽ. കാരണം ഇത് വ്യക്തിപരമായ ഒരു ആത്മവിശ്വാസത്തിന്റെ മാത്രം പ്രശ്നമല്ല. കേരളത്തിലിപ്പോ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കേരളത്തിലെ ഗവൺമെന്റിന് അനുകൂലമായ ഒരു അഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അത് സത്യത്തിൽ രാഷ്ട്രീയമായ ഒരു അഭിപ്രായം മാത്രമല്ല, ജനങ്ങളുടെ അനുഭവത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ബോധ്യമാണ്. വീണ്ടും ഒരിക്കൽ കൂടി LDF അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്ന കേരളീയ ജനതയുടെ ഇച്ഛയുടെ പ്രതിഫലനമായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നിലമ്പൂരിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി UDF. സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. മുതിർന്ന നേതാവ് AK ആന്റണിയുമായും ആര്യാടൻ ഷൌക്കത്ത് കൂടിക്കാഴ്ച നടത്തി. നാളെ രാവിലെ 11 മണിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും.
രാവിലെ 11 മണിയോടുകൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയത്. ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഫ്രാൻസിസ് ജോർജ് എംപിയും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ MLA സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ മെഴുകുതിരിയും കത്തിച്ചു. തന്റെ പിതാവിനൊപ്പം ഏറെക്കാലം പ്രവർത്തിച്ച ഉമ്മൻചാണ്ടി തനിക്ക് പിതൃതുല്യനാണ് എന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എപ്പോഴും തനിക്കുണ്ട് എന്നും ആര്യാടൻ ഷൗക്കത്ത്. ഉമ്മൻചാണ്ടി സാറ് എൻ്റെ പിതാവിനോടൊപ്പം ഒരു മെയ്യായി ഒരു മനസ്സായി 6 പതിറ്റാണ്ടിലേറെ കാലം ഒരുമിച്ച് പ്രവർത്തിച്ചവരാണവർ. എനിക്ക് പിതൃതുല്യനായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെയും ആര്യാടൻ ഷൗക്കത്ത് സന്ദർശിച്ചു. നിലമ്പൂരിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന AK ആന്റണിയുടെ വാക്കുകൾ. ഒരു മൂന്നാമതൊരിക്കൽ കൂടി പിണറായി സർക്കാർ അധികാരത്തിൽ വരരുത്, ഭരണമാറ്റം ഉണ്ടാകണം. ഈ ഇലക്ഷനിൽ ആര്യാടൻ ഷൗക്കത്തിനുമായി വോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഷൗക്കത്ത് ഇത്തവണ MLA ആയി തിരഞ്ഞെടുക്കപ്പെടും എന്നുറച്ച വിശ്വാസമുണ്ട്. AK ആന്റണി പിതൃതുല്യനാണ് എന്ന് ആര്യാടൻ ഷൗക്കത്ത്. AK ആന്റണിയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷം നാമനിർദ്ദേശ പത്രിക നൽകണമെന്നായിരുന്നു ആഗ്രഹം. AK ആന്റണി സാറ് എൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടായിരിക്കണം നാളെ നോമിനേഷൻ കൊടുക്കേണ്ടത് എന്ന് ഇത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ തീരുമാനിച്ചതാണ്. ഇവിടുന്ന് കിട്ടുന്ന ഈ അനുഗ്രഹം, ഈ ആശീർവാദം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവും ഉമ്മൻചാണ്ടി സാറും ഒക്കെ കൂടെയുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് UDF. പഞ്ചായത്ത് നേതൃയോഗങ്ങളും കഴിഞ്ഞു. ഇന്ന് ബൂത്ത് തലത്തിലുള്ള നേതൃയോഗങ്ങൾ പൂർത്തിയാക്കും. നാളെ പത്രിക സമർപ്പിക്കുന്നതോടെ പരസ്യ പ്രചാരണവും ആരംഭിക്കും. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ നേരിട്ടാണ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുക. ടീം 24 നിലമ്പൂർ. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. ഇന്ന് 7 പേർ മരിച്ചു. അടുത്ത 5 ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 8 ജില്ലകൾ റെഡ് അലർട്ടുണ്ട്. പല നദികളും കരകവിഞ്ഞതോടെ തീരപ്രദേശത്തുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. നേരത്തെ എത്തിയ പെരുമഴയിൽ വിറങ്ങലിച്ച് കേരളം. ജൂൺ എത്തുമുന്നേ സംസ്ഥാനമാകെ കാലവർഷം അതിശക്തം. തോരാപ്പെയ്ത്തിലും കനത്ത കാറ്റിലും വ്യാപക നാശനഷ്ടം. 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ജൂൺ 6 മുതൽ മഴയുടെ അളവ് കുറയും. മെയ് 30 മുതൽ ജൂൺ 5 വരെ കേരളത്തിൽ പൊതുവെ എല്ലാ ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ സാധ്യത പറയുന്നുണ്ട്. ജൂൺ 6 മുതൽ 12 വരെ എല്ലാ ജില്ലകളിലും മഴ സാധ്യതയുണ്ടെങ്കിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മഴയെ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി ആന്റണി മരിച്ചു. എറണാകുളം തിരുമാറാടിയിൽ മരം വീണ് 80കാരി അന്നക്കുട്ടി ചാക്കോയ്ക്ക് ദാരുണാന്ത്യം. കാസർഗോഡ് പാലാക്കുന്ന് സ്വദേശി സിദ്ദിഖ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പെരുമ്പാവൂർ കുറുപ്പമ്പടിയിൽ യുവാവ് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണു മരിച്ചു. പുന്നയും പാറക്കാടൻ ജയേഷാണ് മരിച്ചത്. എറണാകുളം വടക്കേക്കരയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കോൺക്രീറ്റ് കട്ട വീണ് പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന ആര്യ മരിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോട്ടയം പാറയ്ക്കക്കടവിൽ മീൻ പിടിക്കാൻ പോയ 2 പേർ വള്ളം മറിഞ്ഞു മരിച്ചു. കൊല്ലാട് സ്വദേശി ജോബി വിജയ്, അരുൺ സാം എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഒരാൾ രക്ഷപ്പെട്ടു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മീൻപിടുത്തത്തിന് പോയി കാണാതായ ആൾക്കായി തിരച്ചിൽ തുടരുകയാണ്. വിഴിഞ്ഞത്ത് നിന്ന് 3 വള്ളങ്ങളിലായി കടലിൽ പോയ 12 പേർ കൂടി തിരിച്ചെത്താനുണ്ടെന്ന് തീരദേശ സംരക്ഷണ സേന അറിയിച്ചു. സംസ്ഥാനത്ത് 1894 പേരെയാണ് 66 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിച്ചത്. ഇതുവരെ പ്രളയസാധ്യത പ്രവചിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ഡാമുകളിൽ വെള്ളം നിർത്തരുതെന്നും എന്നാൽ രാത്രി വെള്ളം തുറന്നുവിടരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കനത്ത മഴയിൽ കണ്ണൂർ ജില്ലയിൽ വ്യാപക നാശനഷ്ടം. താവക്കരയിൽ വീടുകളിൽ വെള്ളം കയറി 30ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. രാമന്തളി, പാലക്കോട് വീടുകളുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു. പാടിയത്ത് ഒഴുക്കിൽപ്പെട്ടെന്ന് സംശയിക്കുന്ന വയോധികയ്ക്കായി തിരച്ചിൽ തുടരുന്നു. ഇന്നലെയും ഇന്നുമായി പെയ്ത മഴ താവക്കരയിലെ നിരവധി കുടുംബങ്ങളെ ദുരിതത്തിലാഴ്ത്തി. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 30ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ചില ആളുകൾ മാറാൻ തയ്യാറല്ല, അവരവരെ വീട് വിട്ടു പോകാൻ തയ്യാറല്ല. എന്നാലും പരമാവധി അവരെ കൗൺസിൽ ചെയ്ത് പറഞ്ഞു മാറ്റി അവരെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. 9 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് മാറ്റിയത്.
മറ്റുള്ളവർ ബന്ധുവീടുകളിലേക്ക് മാറി. പുഴാതിയിലും വീടുകളിലേക്ക് വെള്ളം കയറി. 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ചാലാട് മണലിലും നിരവധി വീടുകളിൽ വെള്ളം കയറി. രാമന്തളി പാലക്കോട് ഇന്നുച്ചയോടെയാണ് സുലൈമാൻ, ഇബ്രാഹിം എന്നിവരുടെ വീടുകൾക്ക് മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണത്. ഒരു വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായി മണ്ണ് മൂടി. കക്കാട് പുഴ കരകവിഞ്ഞ് റോഡുകളിൽ വെള്ളം കയറി. ചെറുപുഴയിലെ തിരുമേനി, കാര്യങ്കോട് പുഴകൾ കരകവിഞ്ഞ് വ്യാപക കൃഷിനാശമുണ്ടായി. കനത്ത മഴയിൽ കണ്ണൂർ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ വെള്ളം കയറി. വളപട്ടണത്ത് മണ്ണിടിഞ്ഞ് വീടിന്റെ ഭിത്തി തകർന്നു. പി രതീഷിന്റെ വീടിനാണ് കേടുപാടുണ്ടായത്. ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 കണ്ണൂർ. മൺസൂൺ പെയ്ത്തിൽ പത്തനംതിട്ട ജില്ലയിൽ വ്യാപക നാശനഷ്ടം. 197 വീടുകൾ ഭാഗികമായി തകർന്നു. തിരുവല്ലയിൽ മണിമലയാർ കരകവിഞ്ഞൊഴുകി. നിരവധി വീടുകളിൽ വെള്ളം കയറി. കോട്ടയത്തും ആലപ്പുഴയിലും വ്യാപക നാശനഷ്ടം. കോട്ടയത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മണിമലയാർ കരകവിഞ്ഞൊഴുകിയതോടെയാണ് തിരുവല്ലയിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിലായത്. വീടുകളിൽ വെള്ളം കയറിയതോടെ നിരവധി കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. പമ്പ, മണിമലയാർ നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ വെള്ളം കയറി. പത്തനംതിട്ട ഏഴംകുളത്ത് മരം വീണ വീട് തകർന്നു. മഴക്കെടുതിയിൽ ജില്ലയിൽ ഇതുവരെ 2 വീടുകൾ പൂർണ്ണമായും 197 വീടുകൾ ഭാഗികമായും തകർന്നു. വിവിധ താലൂക്കുകളിലായി 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 140 പേരെ ക്യാമ്പിലേക്ക് മാറ്റി. KCBക്ക് ജില്ലയിൽ 60 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായി. കോട്ടയം ജില്ലയിലും ശക്തമായ മഴ തുടരുകയാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറി. 20 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴയ്ക്കൊപ്പം കിഴക്കൻ വെള്ളം കൂടി ഒഴുകിയെത്തിയതോടെ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു. ചങ്ങനാശ്ശേരി ഒഴികെയുള്ള കുട്ടനാട്ടിലെ പ്രധാന റോഡുകളിൽ വെള്ളം കയറിയതോടെ പലയിടങ്ങളിലും KSRTC സർവീസ് താൽക്കാലികമായി നിർത്തി. ആലപ്പുഴ തുറവൂരിൽ വീടിന് മുകളിൽ മരം വീണ ഗർഭിണിക്ക് പരിക്കേറ്റു. കോട്ടപ്പള്ളിപ്പൊഴി കൂടുതൽ വിസ്തൃതിയിൽ മുറിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പത്തനംതിട്ട. ദളിത് യുവതിയെ വ്യാജ കേസിൽ കുടുക്കി പീഡിപ്പിച്ച പോലീസിനെതിരെ കൂടുതൽ നടപടി. പേരൂർക്കട SHO ശിവകുമാറിനെ സ്ഥലം മാറ്റി. കോഴിക്കോട് മാവൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റിയത്. പൊതുസ്ഥലം മാറ്റത്തിനൊപ്പമാണ് പുതിയ മാറ്റം. ദളിത് യുവതിയായി ബിന്ദുവിന്റെ പരാതിക്ക് പിന്നാലെ പേരൂർക്കട SI പ്രസാദ്, SI പ്രസന്നൻ എന്നിവരെയും ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. ED ഉദ്യോഗസ്ഥനെതിരായ കോഴക്കേസിലെ പരാതിക്കാരൻ അനീഷ് ബാബുവിന്റെ കേസ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് വീണ്ടും EDക്ക് കത്ത് നൽകി വിജിലൻസ്. ആദ്യം നൽകിയ കത്തിന് അനുകൂല മറുപടി ലഭിക്കാത്തതിനാലാണ് വീണ്ടും കത്ത് നൽകിയത്. 24 ബ്രേക്കിംഗ്. ED ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് എടുത്ത കേസ് 2 ഏജൻസികൾ തമ്മിലുള്ള തർക്കത്തിലേക്ക് നീങ്ങുകയാണ്. കേസിലെ പരാതിക്കാരനായ അനീഷ് ബാബുവിനെതിരെ ED ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ വിവരങ്ങൾ തേടിയാണ് വിജിലൻസ് കത്ത് നൽകിയത്. എന്നാൽ കേസന്വേഷണം പുരോഗമിക്കുന്നതിനാൽ കേസ് ഫയൽ പൂർണ്ണമായും നൽകാനാവില്ലെന്നായിരുന്നു EDയുടെ മറുപടി. ഇതിന് പിന്നാലെയാണ് ECIR പകർപ്പും പരാതിക്കാരന് നൽകിയ സമൻസും ചോദിച്ച വിജിലൻസ് വീണ്ടും കത്ത് നൽകിയത്. കത്തിന് ലഭിക്കുന്ന മറുപടി അനുസരിച്ചായിരിക്കും വിജിലൻസിന്റെ തുടർ നടപടി. കേസിൽ പിടിയിലായ 3 പ്രതികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ED ഉദ്യോഗസ്ഥനായ 1-ാം പ്രതി ശേഖർ കുമാറിനെ വിജിലൻസ് ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. ശേഖറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ തീരുമാനമനുസരിച്ചായിരിക്കും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.